തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുതിയ വിവാദമാണിപ്പോൾ ചർച്ചയാകുന്നത്. കോർപ്പറേഷനിലേക്ക് കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട മുൻ DGP ആർ ശ്രീലേഖ തന്റെ ഓഫീസ് സജ്ജമാക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം തിരയുകയാണ്. ശാസ്തമംഗലം വാർഡിൽ നിന്ന് വിജയിച്ച ശ്രീലേഖയുടെ കണ്ണിൽ ആദ്യം പെട്ടത് ശാസ്തമംഗലം തന്നെയുള്ള കോർപ്പറേഷന്റെ കെട്ടിടമായിരുന്നു. എന്നാൽ അവിടെ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന്റെ ഓഫീസ് നിലവിൽ പ്രവർത്തിക്കുകയാണ്. ഉടനെ ഈ ഓഫീസ് ഒഴിയണമെന്നും തനിക്ക് അവിടെ ഓഫീസ് സജ്ജമാക്കാനുണ്ടെന്നും ആർ ശ്രീലേഖ ഫോൺ വഴി VK പ്രശാന്തിനെ അറിയിക്കുകയായിരുന്നു. ആര്യ രാജേന്ദ്രൻ മേയറായ പഴയ കൗൺസിലിന്റെ തീരുമാനപ്രകാരമായിരുന്നു കോർപ്പറേഷൻ കെട്ടിടം VK പ്രശാന്ത് MLAയുടെ ഓഫീസായി പ്രവർത്തിക്കാൻ അനുവദിച്ചത്. കോർപ്പറേഷന്റെ കെട്ടിടം തന്റെ ഓഫീസായി പ്രവർത്തിപ്പിക്കാൻ വിട്ടുകിട്ടണമെന്ന ആവശ്യം ഇന്നലെയാണ് ആർ ശ്രീലേഖ ഫോൺ വഴി MLA VK പ്രശാന്തിനെ അറിയിച്ചത്. എന്നാൽ ഒഴിയാനാവില്ലെന്ന് തന്നെയാണ് MLA നിലപാടെടുത്തത്. വാടകയ്ക്ക് എടുത്ത ഒരു കെട്ടിടം ഒഴിയാൻ പറയാൻ ഇവർക്ക് എന്താണ് അധികാരമെന്നാണ് പ്രശാന്ത് ചോദിക്കുന്നത്. നിലവിലുള്ള വാടക കരാർ തീരാതെ അവിടെ നിന്നും മാറാനാവില്ലെന്ന് പ്രശാന്ത് ശ്രീലേഖയെ അറിയിച്ചതായാണ് വിവരം. വർഷങ്ങളായി MLA ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത് കോർപ്പറേഷൻ കെട്ടിടത്തിലാണെന്നും ഇങ്ങനെ പെട്ടെന്ന് ഓഫീസ് മാറുന്നത് പല ആവശ്യങ്ങൾക്കായി തന്നെ കാണാനെത്തുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറും എന്നുമാണ് VK പ്രശാന്തിന്റെ വാദം. നിലവിലുള്ള വാടക കരാർ അനുസരിച്ച് 2026 മാർച്ച് 31 വരെയാണ് VK പ്രശാന്ത് MLAക്ക് ഈ കെട്ടിടം അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ കൗൺസിൽ മറിച്ചൊരു തീരുമാനമെടുത്താൽ MLAക്ക് അതിന് വഴങ്ങേണ്ടി വന്നേക്കും. എന്നാൽ കോടതിയിലേക്ക് നിയമത്തിന്റെ രീതിയിൽ കാര്യങ്ങൾ പോയാൽ തിരിച്ചടി നേരിടുന്നത് ശ്രീലേഖയ്ക്കായിരിക്കും. എന്നാൽ മുൻമേയർ കൂടിയായി VK പ്രശാന്ത് MLAക്ക് കോർപ്പറേഷൻ ചട്ടങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിട്ടും ആ കെട്ടിടം വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തത് ആവശ്യമില്ലാതെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയാണെന്ന് BJP നേതാക്കൾ പറയുന്നു. കോർപ്പറേഷന്റെ കെട്ടിടത്തിൽ MLA ഓഫീസ് പ്രവർത്തിക്കുന്ന മുറി കൗൺസിലറായ തന്റെ ഓഫീസിന് വേണം എന്നാണ് ആർ ശ്രീലേഖയുടെ ആവശ്യം. MLA ഓഫീസിനോട് ചേർന്ന മുറിയിലാണ് മുൻ കൗൺസിലറിനും ഓഫീസ് ഉണ്ടായിരുന്നത്. ഈ മുറി വളരെ ചെറുതാണെന്നാണ് ശ്രീലേഖയുടെ നിലപാട്. പ്രതിമാസം 875 രൂപ വാടകയ്ക്കാണ് നിലവിൽ MLA ഓഫീസ് പ്രവർത്തിക്കുന്നത്. 7 വർഷമായി പ്രവർത്തിക്കുന്ന ഓഫീസാണ് ശാസ്തമംഗലത്തിൽ. ഇത്തരം ഒരു ആവശ്യം കൗൺസിലർ ഉന്നയിക്കുന്നത് ശരിയായ രീതിയല്ല. ഇത് സാമാന്യ മര്യാദയുടെ ലംഘനമാണ്. കൗൺസിലർക്ക് സൗകര്യം പോരാത്തതിനാൽ MLA മാറിത്തരണം എന്നാണ് ആവശ്യം. ഒരു മുൻ മേയറോട് കൂടിയാണ് ഇക്കാര്യം പറയുന്നത്. ജനാധിപത്യ സംവിധാനത്തിന് യോജിച്ച നടപടിയല്ല. ബന്ധപ്പെട്ടവരോട് ചർച്ച ചെയ്തിട്ടായിരിക്കില്ല ശ്രീലേഖ ഇത്തരം ആവശ്യം ഉന്നയിച്ചത് എന്നാണ് കരുതുന്നതും VK പ്രശാന്ത് പറയും. മറ്റൊരു കാര്യം പറഞ്ഞു കേൾക്കുന്നത് തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാതിരുന്ന ആർ ശ്രീലേഖയ്ക്ക് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിത്വം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ്. അതിനിടെയാണ് MLA ഓഫീസ് ഒഴിപ്പിക്കാൻ കൗൺസിലറുടെ നീക്കം. നിലവിൽ MLA പ്രശാന്താണ്. ശ്രീലേഖ DGP അല്ല, IPS അല്ല. അവരിപ്പോൾ മെമ്പർ ശ്രീലേഖയാണ്. പ്രോട്ടോകോൾ പ്രകാരം MLA ആണ് കോർപ്പറേഷൻ കൗൺസിലറേക്കാൾ മുന്നിൽ നിൽക്കുന്നത്. ഇനിയൊരു കൗൺസിലർക്ക് പ്രവർത്തിക്കാൻ കോർപ്പറേഷൻ കെട്ടിടത്തിൽ തന്നെ ഓഫീസ് വേണമെങ്കിൽ അതിനായി കോർപ്പറേഷൻ മേയറെയാണ് ശ്രീലേഖ ആദ്യം സമീപിക്കേണ്ടത്. നിലവിൽ കോർപ്പറേഷൻ മേയർ VV രാജേഷ് ആയതിനാൽ അദ്ദേഹത്തിനാണ് ആദ്യം കത്ത് നൽകേണ്ടത്. അത് മേയർ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കൈമാറും. തുടർന്ന് കോർപ്പറേഷന്റെ കെട്ടിടത്തിൽ സ്ഥലം ഒഴിവുണ്ടോ എന്ന് പരിശോധിച്ച് സെക്രട്ടറിയാണ് നടപടികൾ എടുക്കേണ്ടത്. സ്ഥലം ഒഴിവുണ്ടെങ്കിൽ അത് കൗൺസിലർക്ക് ലഭിക്കും. കെട്ടിടത്തിൽ ഒഴിവില്ലെങ്കിൽ സ്വകാര്യ കെട്ടിടം വാടകയ്ക്ക് എടുക്കാം. വാടകയ്ക്കായി മാസം പരമാവധി 8000 രൂപ കോർപ്പറേഷൻ കൗൺസിലർക്ക് നൽകും എന്നതാണ് ചട്ടം. സ്ഥാനങ്ങൾ കിട്ടുമ്പോൾ പ്രോട്ടോകോൾ എല്ലാം മറന്നാണ് ചിലരൊക്കെ പ്രവർത്തിക്കുന്നത്. ഈ എടുത്തുചാട്ടം കാണുമ്പോൾ ഒരു സിനിമയിലെ രംഗമാണ് ഓർമ്മ വരുന്നത്. പത്മശ്രീ ഡോക്ടർ സരോജ് കുമാർ എന്ന സിനിമയിൽ ശ്രീനിവാസന് ടെറിട്ടോറിയൽ ആർമിയുടെ കേണൽ പദവി ലഭിക്കുന്നു. അതേ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ സഹായി ജഗതി ശ്രീകുമാർ പറയുന്ന ഒരു ഡയലോഗുണ്ട്. കേണൽ സരോജ് സാർ ബിസിയാണ്, നാളെ പാകിസ്ഥാനെ ആക്രമിക്കണോ എന്ന കാര്യം മന്ത്രിയുമായി അദ്ദേഹം ചർച്ച ചെയ്യുന്നു എന്നാണ്. ശ്രീലേഖ എങ്ങാനും മേയർ ആയിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ഒഴിപ്പിക്കാൻ ഫോൺ ചെയ്യുമായിരുന്നോ എന്നാണ് ഇപ്പോൾ ചിലരുടെ സംശയം.